ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ചെറിയ പിള്ളേർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് 3 ഫ്ലേവേഴ്സിലുള്ള സ്വീറ്റ് കോൺ റെസിപ്പിയാണ്. ബട്ടർ കോൺ, ചീസ് ചില്ലി കോൺ, പിന്നെ മസാല കോണുമാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സ്വീറ്റ് കോൺ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കോൺ ഉണ്ടാക്കാനായിട്ട് ഞാൻ കോൺ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോൺ ഇടാം. ഫസ്റ്റ് നമുക്ക് ബട്ടർ കോൺ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മെൽറ്റ് ആവണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം വേണ്ട, ഞാനിത് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഈ ബട്ടർ ഇതിലൊന്ന് മെൽറ്റായി കിട്ടണം. ബട്ടർ കോൺ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് ചെയ്യണം. ഇനി അടുത്തത് ചീസ് ചില്ലി കോൺ ആണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാണ്. 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇത് പച്ചമുളക് ചതച്ചതാണ്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്യാം. ഈ ചീസും ബട്ടറും ഒന്ന് മെൽറ്റായി കിട്ടണം. ഇത് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മസാല കോൺ ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന കോണിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാലപ്പൊടികളും കൂട്ടണം. ഇതും വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. മസാല കോണും റെഡി ആയിട്ടുണ്ട്. 3 ടൈപ്പിലുള്ള കോണും റെഡി ആയിട്ടുണ്ട്. കോൺ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഇത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. താങ്ക്